വെൽക്കം ടു നെക്സ്റ്റ് ഓരീന ടോക്സ്. ഇന്ന് നെക്സ്റ്റ് ഓരീന ടോക്സിൽ സംസാരിക്കുന്നത് ബെറ്റർ കോൾ സോളിൻ്റെ സീസൺ 1 എപ്പിസോഡ് 7 ബിങ്കോയെക്കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൈക്കിനെ ജിമ്മി സഹായിച്ചതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തന്നെ ഫിലാഡൽഫിയയിൽ നിന്ന് വന്ന ആ 2 പോലീസ് ഓഫീസർമാർ മൈക്കിൻ്റെ അടുത്ത് അവസാനമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു ആ പോലീസിൽ ഒരാൾ മൈക്കിൻ്റെ സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട് മകൻ്റെ ഭാര്യയിൽ നിന്നും ഒരു വിശദീകരണം കൂടി തേടും, അവർക്കൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ കേസ് എന്നാണ്. അപ്പോൾ മൈക്ക് പറയുന്നു അവൾക്ക് പറയാൻ ഉണ്ടാകാം, പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാകില്ല എന്ന് മൈക്ക് പറയുന്നു. പിന്നീട് നമ്മുടെ എപ്പിസോഡിലേക്ക് വീണ്ടും കെറ്റിൽമാൻ ഫാമിലി വരികയാണ്. കെറ്റിൽമാൻ ഫാമിലി HHMൽ അവരുടെ കേസിന് വേണ്ടി കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കിമ്മാണ് അവരുടെ അറ്റോർണി. കിം പറയുന്നു നിങ്ങൾ പണം മോഷ്ടിച്ചതെന്ന് സമ്മതിക്കണം, പക്ഷേ ഏറ്റവും കുറവ് ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ കെറ്റിൽമാൻ്റെ വൈഫ് അത് തീർത്തും സമ്മതിക്കുന്നില്ല. ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളത് മോഷ്ടിച്ചിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾ ഇന്നസെൻ്റ് ആണ്, അതുകൊണ്ട് ഈ കേസിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ ഫയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കെറ്റിൽമാൻ ഫാമിലി അവിടെ നിന്ന് പോവുകയാണ്. HHM അവർ മാക്സിമം അതിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ഗിൽറ്റി എന്ന് പറയാൻ മടി കാരണം കെറ്റിൽമാൻ്റെ വൈഫ് പുള്ളിയായി വിളിച്ചുകൊണ്ട് HHMൽ നിന്ന് പോവുകയാണ്. പിന്നീട് അവർ ഇതിനായിട്ട് ജിമ്മിയെ സമീപിക്കുന്നുണ്ട്. ജിമ്മി ഈ സമയം എൽഡർലി ലോയ്ക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിമ്മി മാക്സിമം ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ഈ കേസ് തിരിച്ച് കിമ്മിലേക്ക് എത്താൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കെറ്റിൽമാൻ ഫാമിലി വീണ്ടും HHMലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ജിമ്മി അവരെ സഹായിക്കാമെന്ന് ഏൽക്കുന്നു. ജിമ്മി അവരെ വീണ്ടും കിമ്മിലേക്ക് തന്നെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കെറ്റിൽമാൻ ഫാമിലി ആദ്യം സമ്മതിക്കുന്നില്ല. പിന്നീട് ജിമ്മി അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഇവരെ ഒഴിയാൻ സാധിക്കുന്നുമില്ല. വീണ്ടും കിമ്മിലേക്ക് ഇവരെ എത്തിക്കാൻ വേണ്ടി ജിമ്മി ഒരു പ്ലാൻ കണ്ടെത്തുന്നു. അതായത് മാർക്കിൻ്റെ സഹായത്തോടു കൂടി ആ പണം കെറ്റിൽമാൻ എവിടെയാണ് സൂക്ഷിച്ചതെന്ന് അവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നു. ആ പണവും ജിമ്മിക്ക് കിട്ടിയ പണവും കൂടി ജിമ്മി പോലീസിലേക്ക് എത്തിക്കുന്നു. ഇത് പിറ്റേ ദിവസം കെറ്റിൽമാൻ ഫാമിലിക്ക് മുന്നേ വെച്ച് പറയുകയും അവസാനം കെറ്റിൽമാൻ നിയമത്തിന് കീഴടങ്ങാൻ സമ്മതിക്കുകയും ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കാൻ കിം നിർദ്ദേശിച്ച പ്ലാൻ അക്സെപ്റ്റ് ചെയ്യാൻ HHMലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടുകൂടി ജിമ്മിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായ പണം മൊത്തം നഷ്ടപ്പെടുകയും തൻ്റെ പുതിയ ഓഫീസ് നിർമ്മിക്കാൻ ലീസിനെടുക്കാൻ നോക്കി വെച്ചിരുന്ന കെട്ടിടത്തിൽ അവസാനമായി അദ്ദേഹം പോവുകയും അവിടെ വെച്ച് നിസ്സഹായനായി കരയുകയുമാണ് ചെയ്യുന്നത്.